കൂട്ടുകാരി ചന്ദ്രകാന്തം ഒരു കിഡിലൻ പ്രൊമോ. വളരെ അപ്രതീക്ഷിത മുഹൂർത്തങ്ങളായിട്ട് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ട്വിസ്റ്റുകളാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുന്റെ മരണത്തിന് ശേഷം കഥ ആകെ എന്താ പറയുക കീഴ്മേട് താഴത്തേക്ക് പോകുകയാണോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ ഇന്ത്യവരത്തിന്റെ ആ ഒരു വാതിൽ നമ്മുടെ പിങ്കിക്കായി തുറന്നു കൊടുക്കാനുള്ള ഒരു കുറെ സാധ്യതകളാണ് നമ്മുടെ ഇപ്പോൾ കഥ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ പിങ്കിയുടെ വീട്ടിലാണെങ്കിൽ പിങ്കിയെ രണ്ടാം വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അർജുന്റെ ഓർമ്മകളൊക്കെ നമ്മുടെ പിങ്കിയുടെ അമ്മ പിച്ചി ചിന്തി കളയുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശേഷം ഒരു പുതിയ പിങ്കി പുറത്തോട്ട് ഇറങ്ങുകയാട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇന്ത്യവരത്തിൽ നമ്മുടെ ഗൗതവും ആകെ കുഴഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നന്ദയ്ക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു വിധിയെടുത്താണ് കിട്ടിയിരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ അരുന്ധതി വല്യമ്മയ്ക്ക് നിർബന്ധവും ഒരു കുഞ്ഞിനെ വേണമെന്നുള്ളതും. അപ്പം നമ്മുടെ ഗൗതമിന്റെ അച്ഛൻ ഗൗതമിനോട് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് സംസാരിക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അച്ഛൻ വേറൊന്നുമല്ല പറയുന്നത്, നന്ദയ്ക്ക് കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ലല്ലോ, അപ്പോൾ നീ എന്തായാലും ഒരു രണ്ടാം വിവാഹത്തിന് തയ്യാറാകണം എന്ന് നമ്മുടെ അച്ഛൻ നമ്മുടെ ഗൗതമിനോട് പറയുന്ന ഒരു രംഗമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പിങ്കി പുറകിൽ നിന്നും കേൾക്കുന്നുണ്ട് പ്രേക്ഷകരെ. അതേ കൂട്ടുകാരി, നമ്മുടെ പിങ്കി ഈ ഒരു രഹസ്യങ്ങളെല്ലാം അറിയുകയാണ്. ഇനി നമ്മുടെ പിങ്കി കളം മാറ്റി ചവിട്ടുമോ? ഇനി നമ്മുടെ ഗൗതമിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ വരാനുള്ള ശ്രമങ്ങൾ നടത്തുമോ? എന്തായിരിക്കും നമ്മുടെ പിങ്കിയുടെ ഒരു ലക്ഷ്യം? ഇനി എന്താകും കഥ? എങ്ങനെയൊക്കെ ആകും മറിയാൻ പോകുന്നത്? നമ്മുടെ നന്ദ എന്നേക്കുമായി നമ്മുടെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന നിമിഷങ്ങളും നമ്മുടെ പിങ്കി എന്നേക്കുമായി നമ്മുടെ ഗൗതമിന്റെ ജീവിതത്തിലേക്ക് പടി കയറുന്ന നിമിഷങ്ങളും ആയിരിക്കുമോ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത്? എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.